പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കി ഇറാൻ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനായി പുതിയ സമയപരിധി പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വരാനിരിക്കുന്ന തിങ്കളാഴ്ചയ്ക്കുള്ളിൽ പാത തുറന്നില്ലെങ്കിൽ കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. മുൻപും പലതവണ സമയപരിധി നീട്ടി നൽകിയിരുന്നെങ്കിലും ഇത്തവണത്തെ മുന്നറിയിപ്പ് മേഖലയിൽ വലിയ ആശങ്ക പടർത്തുന്നുണ്ട്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർത്തുവെന്നായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രഹരശേഷിയുള്ള B-52 ബോംബർ വിമാനങ്ങളെ അമേരിക്ക യുദ്ധമേഖലയിൽ വിന്യസിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അമേരിക്കൻ വിമാനങ്ങൾ തുടർച്ചയായി വെടിവെച്ചിട്ടത് ഇറാന്റെ പ്രതിരോധം ഇപ്പോഴും ശക്തമാണെന്നത് ശരിവെക്കുന്നു. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകി യുഎസിന്റെ MQ-1 ഡ്രോൺ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് വെടിവെച്ചിട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്ഫഹാൻ മേഖലയിലാണ് ഡ്രോൺ വെടിവെച്ചിട്ടതെന്നാണ് IRGCയുടെ അവകാശവാദം. എന്നാൽ US പ്രതിരോധ വകുപ്പ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. യുഎസിന്റെ 2 വിമാനങ്ങൾ വീഴ്ത്തിയതായി ഇറാൻ നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ഒരു വിമാനം തകർന്നതായി US സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മേഖലയിലെ സംഘർഷത്തിന് താൽക്കാലികമായ വെടിനിർത്തലല്ല, മറിച്ച് ശാശ്വതമായ അന്ത്യമാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ വിട്ടുനിൽക്കുന്നത് ഈ ലക്ഷ്യം മുൻനിർത്തിയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. സമാധാന ശ്രമങ്ങൾക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച ഇറാൻ അനുകൂലമായ നയതന്ത്ര ധാരണകൾ ഉണ്ടായാൽ ചർച്ചകളോട് സഹകരിക്കുമെന്ന സൂചനയും നൽകി. മാനുഷിക പരിഗണന കണക്കിലെടുത്ത് ഹോർമൂസ് കടലിടുക്കിലൂടെ അവശ്യവസ്തുക്കളുമായി പോകുന്ന കപ്പലുകൾക്ക് ഇറാൻ അനുമതി നൽകി. ബുഷഹർ ആണവ നിലയത്തിന് നേരെ 4ാം തവണയും ആക്രമണമുണ്ടായി. ഒരു സുരക്ഷാ ജീവനക്കാരൻ കൊല്ലപ്പെട്ടു. പെട്രോകെമിക്കൽ ഫാക്ടറികൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ഇറാന്റെ പ്രതിരോധ ശേഷി തകർത്തെന്ന അവകാശവാദങ്ങൾക്കിടെ അമേരിക്കയുടെ F-50E, A-10 വാർട്ട്ഹോക്ക് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും തകർക്കപ്പെട്ടത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇറാന്റെ തിരിച്ചടിയിൽ ദുബായ് ഇന്റർനെറ്റ് സിറ്റി, ദുബായ് മറീന എന്നിവിടങ്ങളിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചു. ബഹ്റൈനിലും UAEയിലും നിരവധി പേർക്ക് പരിക്കേറ്റു. 24 മണിക്കൂറിനിടെ 56 ഡ്രോണുകളും 23 മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടന്നത്. രക്ഷാപ്രവർത്തനത്തിലൂടെ 2 ക്രൂ അംഗങ്ങളിൽ ഒരാളെ രക്ഷിക്കാനായെങ്കിലും മറ്റൊരാളുടെ നില ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഈ നഷ്ടങ്ങൾ സൈനികപരമായി മാത്രമല്ല, രാഷ്ട്രീയമായും അമേരിക്കയ്ക്ക് വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നതാണ്. യുദ്ധം ദീർഘകാലത്തേക്ക് നീളുമ്പോൾ ആഭ്യന്തര വിമർശനങ്ങളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ഒരുപോലെ ഉയരാനുള്ള സാധ്യതകൾ ശക്തമാണ്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയതുപോലെ യുദ്ധത്തിന്റെ മൂലകാരണം പരിഹരിക്കാതെ ഇടക്കാല കരാറുകൾക്ക് താൽപര്യമില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. ഓരോ സൈനിക നീക്കവും കേവലം പ്രാദേശികമായ പോരാട്ടങ്ങളല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയും സമാധാനത്തെയും നേരിട്ട് ബാധിക്കുന്ന പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ രൂപപ്പെടുന്ന അനിശ്ചിതത്വം എണ്ണവിലയും രാജ്യാന്തര വ്യാപാരത്തെയും തകിടം മറിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നയതന്ത്ര ചർച്ചകൾ പലപ്പോഴും പരാജയപ്പെടുന്നതും സൈനികമായ കടന്നാക്രമണങ്ങൾ വർദ്ധിക്കുന്നതും വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന കൂടുതൽ കഠിനമായ ദിവസങ്ങളിലേക്കാണ്. ലോകശക്തികൾ തമ്മിലുള്ള ചേരിതിരിവും പ്രാദേശികാധിപത്യത്തിനായുള്ള പോരാട്ടവും ഈ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുന്നു. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം എത്രത്തോളം പക്വതയോടെ ഇടപെടുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ മേഖലയുടെ ഭാവി. ഒരു ചെറിയ പിഴവ് പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന സാഹചര്യത്തിൽ സംയമനവും ക്രിയാത്മകമായ ചർച്ചകളും മാത്രമാണ് ഏക പോംവഴി. എന്നിരുന്നാലും നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സംഘർഷം അത്ര പെട്ടെന്ന് അവസാനിക്കില്ലെന്നും അത് ദീർഘകാലം നീണ്ടുനിൽക്കുന്ന ഒരു ആഗോള പ്രതിസന്ധിയായി തുടരാൻ സാധ്യതയുണ്ടെന്നുമാണ് സൂചനകൾ. ലോകം ഇപ്പോൾ ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കുന്നത് ആ സമാധാനത്തിന്റെ കിരണത്തിനായാണ്. എന്നാൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ മായാതെ നിൽക്കുന്നത് ആശങ്കയുടെ നിഴൽ വീഴ്ത്തുന്നു. ആക്രമണത്തിൽ കാണാതായ 2ാമത്തെ പൈലറ്റിനായി ഇറാനും അമേരിക്കയും തിരച്ചിൽ തുടരുകയാണ്. പൈലറ്റിനെ ജീവനോടെ പിടികൂടി കൈമാറുന്നവർക്ക് ഇറാൻ ഭരണകൂടം പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കൻ വിമാനങ്ങളെയും ഡ്രോണുകളെയും തകർക്കാൻ ഇറാൻ ഉപയോഗിച്ചത് ദേശീയമായി വികസിപ്പിച്ചെടുത്ത മജീദ് വ്യോമവേദ മിസൈൽ സംവിധാനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ UAEക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു ഈജിപ്ത് സ്വദേശി കൊല്ലപ്പെടുകയും 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.